നമസ്കാരം. നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരു ന്യായവുമില്ലാതെ നാട്ടിൽ ഒരാൾ ഉപദ്രവിച്ചാൽ നമ്മൾ എന്തു ചെയ്യും? കണ്ടു നിൽക്കുമോ? ഇല്ല. അപ്പോൾ കൈവച്ചത് ഒരു അമേരിക്കക്കാരനാണെങ്കിലോ? ഇവിടെയൊക്കെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൈ ഉയരേണ്ടത്. അത് ട്രംപിന്റെ ഉദ്യോഗസ്ഥരായാലും റഷ്യൻ ഉദ്യോഗസ്ഥരായാലും. മോദിയുടെ പിള്ളേരാണ് ഓരോ ഭാരതീയരും. വിദേശ രാജ്യത്ത് ചെന്ന് അവരുടെ രോമത്തിൽ പോലും ആരെങ്കിലും തെറ്റായ രീതിയിൽ തൊട്ടാൽ അത് ട്രംപ് ആയാലും ശരി, ഇനി ഉത്തര കൊറിയൻ തലവൻ കിം ജോങ് ആയാലും ശരി, കണക്കിന് നമ്മൾ തിരിച്ചടിക്കും. അത് തിരിച്ചടി ഉറപ്പായിട്ട് നൽകിയിരിക്കും. ആദ്യം നമ്മൾ ഒന്ന് ക്ഷമിക്കും, അതിനുശേഷം ആണ് നമ്മൾ തിരിച്ചടിക്കുന്നത്. യുഎസിലെ ന്യൂജേഴ്സി ന്യൂവാർക്ക് വിമാനത്താവളത്തിൽ നിന്നും ഒരു യുവ ഇന്ത്യൻ വിദ്യാർത്ഥിയെ നാട് കടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട്. നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളുടെ പ്രായമേ അവനുള്ളൂ. അവനുമുണ്ട് മാതാപിതാക്കൾ. ഏതോ നോർത്ത് ഇന്ത്യൻ കുട്ടിയാണ്, ഹരിയാനക്കാരൻ ആകാം. അവൻ സംസാരിക്കുന്നത് ഹരിയാന ഭാഷയിലേക്കാണ്. അമേരിക്കൻ എമിഗ്രേഷൻ ഉദ്യോഗസ്ഥൻ അവനെ നിലത്തിട്ട് അമേരിക്കൻ പോലീസ് ശൈലിയിൽ അമർത്തി ശ്വാസം മുട്ടിച്ച് കാലും കൈയുമൊക്കെ കെട്ടി ഒരു കുറ്റവാളിയെ പോലെയാണ് അവനോട് പെരുമാറുന്നത്. അവൻ ഉറക്കെ കരയുകയാണ്. അവൻ സ്വപ്നങ്ങളെ പിന്തുടരാനാണ് വന്നത്, ഉപദ്രവിക്കാൻ വേണ്ടിയല്ല. ഒരു NRI എന്ന നിലയിൽ എനിക്ക് നിസ്സഹായതയും ഹൃദയം തകർന്നുപോയി. ഇതൊരു മനുഷ്യ ദുരന്തമാണ് എന്നാണ് ദൃശ്യങ്ങൾ എക്സിൽ പങ്കുവച്ച ഒരു ഭാരതീയൻ എഴുതിയത്. യുഎസിലെ ഒരു വിമാനത്താവളത്തിൽ വെച്ച് ഒരു ഇന്ത്യൻ വിദ്യാർത്ഥിയെ കൈകൾ വിലങ്ങിട്ട് നിലത്ത് കെട്ടിയിട്ട് ഇന്ത്യയിലേക്ക് തിരിച്ചയച്ചു എന്ന സംഭവത്തിന്റെ വീഡിയോകളും ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ പരക്കുന്നുണ്ട്. അവൻ ചെയ്തത് രാജ്യദ്രോഹ പ്രവൃത്തിയൊന്നുമല്ല, ഏതോ രേഖകളുടെ കുറവുണ്ടായിരുന്നു. തനിക്ക് ഭ്രാന്തില്ല എന്ന് അവൻ പറഞ്ഞു. പക്ഷേ അധികാരികൾ അവനെ അങ്ങനെ ചിത്രീകരിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഈ കുട്ടികൾക്ക് സ്റ്റുഡന്റ് വിസ ലഭിക്കുകയും അമേരിക്കയിലേക്ക് വിമാനത്തിൽ കയറുകയും ചെയ്യുന്നു. എന്തോ കാരണത്താൽ ഇമിഗ്രേഷൻ അധികാരികളെ US സന്ദർശിക്കാനുള്ള കാരണം വിശദീകരിക്കാൻ അവർക്ക് കഴിയുന്നില്ല. വൈകുന്നേരത്തെ വിമാനത്തിൽ കുറ്റവാളികളെ പോലെ കെട്ടിയിട്ട് തിരിച്ചയക്കപ്പെടുന്നു. എല്ലാ ദിവസവും ഇത്തരം 3-4 കേസുകൾ സംഭവിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇത്തരം കേസുകൾ കൂടുതലായി ഉണ്ടായിട്ടുണ്ടെന്നാണ് വാർത്തകൾ. ഇതേപ്പറ്റി അന്വേഷിക്കുന്നുവെന്ന് ന്യൂജേഴ്സി അധികൃതർ പ്രതികരിക്കുന്നുണ്ട്. അതെന്ന് നടന്നതാണ് എന്ന് പരിശോധിക്കുകയാണത്രേ. എന്തായാലും ഇന്ത്യൻ വിദ്യാർത്ഥികളോട് തങ്ങൾക്ക് ബഹുമാനമാണ് ഉള്ളതെന്നും അധികൃതർ ന്യായീകരിക്കുന്നുണ്ട്. ഡൊണാൾഡ് ട്രംപിന്റെ എമിഗ്രേഷൻ ഉദ്യോഗസ്ഥരെ ലോസ് ആഞ്ചലസിനപ്പുറം മറ്റ് US സംസ്ഥാനങ്ങളിലേക്ക് കയറൂരി വിട്ടിരിക്കുകയാണ്. അവർക്ക് സുരക്ഷ ഒരുക്കി നാഷണൽ ഗാർഡുമാരും മറീനുകളും അമേരിക്കൻ ജനതയ്ക്കെതിരെ യുദ്ധവിനിമയം നടത്തുകയാണ് ഇപ്പോൾ. അങ്ങനെയാണ് കാര്യങ്ങൾ തോന്നിപ്പോകുന്നത്. മുൻകൂർ അറിയിപ്പ് കൂടാതെ വിസ റദ്ദാക്കിക്കൊണ്ട് US ഗവൺമെന്റ് അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്കെതിരായ നടപടികൾ ശക്തമാക്കിയ സാഹചര്യത്തിലാണ് ഫെഡറൽ ഉദ്യോഗസ്ഥരുടെ ഈ മുഷ്ക്. അതിനവർ തന്നെ കാരണങ്ങൾ കണ്ടെത്തും. പലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങൾ മുതൽ ഗതാഗത നിയമലംഘനങ്ങൾ വരെ. കാരണങ്ങൾ ഓരോന്നായി വ്യത്യസ്തമാണ്. അതുപയോഗിച്ച് ട്രംപിന്റെ ഉദ്യോഗസ്ഥർ പലപ്പോഴും വിദ്യാർത്ഥികളെ നിയമപരമായി കുഴപ്പത്തിലാക്കും, വ്യാപകമായ ആശയക്കുഴപ്പത്തിലേക്ക് തള്ളിവിടും. എംബസികൾക്ക് ട്രംപിന്റെ വാറോല എത്തിക്കഴിഞ്ഞു, ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ ഒരു വിദേശ രാജ്യത്തും വിദ്യാർത്ഥികൾക്ക് വിസ അപ്പോയിന്റ്മെന്റ് പോലും നൽകരുതെന്ന് യൂണിവേഴ്സിറ്റിക്ക് വിദേശ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കാനുള്ള അനുമതി നിഷേധിച്ചിട്ടുണ്ട്. അടുത്ത നീക്കം കൊളംബിയ യൂണിവേഴ്സിറ്റിയുടെ നേർക്കാണ്. ഇന്ത്യയിൽ മതിയായ വിദ്യാഭ്യാസം നേടിയ ശേഷമാണ് ഇവിടുത്തെ കുട്ടികൾ US പഠിക്കാൻ പോകുന്നത്. അവർ നേരെ പോകുന്നത് വൈറ്റ് ഹൗസിലേക്കല്ല, അവിടുത്തെ യൂണിവേഴ്സിറ്റിയിലേക്കോ അല്ലെങ്കിൽ മറ്റ് പഠനവുമായി ബന്ധപ്പെട്ട ഇതിലേക്കാണെന്ന് ട്രംപ് ഓർക്കണം, അല്ലെങ്കിൽ ഓർമ്മിപ്പിക്കണം ആരെങ്കിലും. വിദ്യാർത്ഥികൾ പഠിക്കാനില്ലെങ്കിൽ സർവകലാശാലകൾ പോലും പൂട്ടേണ്ടി വരുമെന്ന് 80ലേക്ക് അടുക്കുന്ന ട്രംപിന്റെ പഴയ അധ്യാപകർ ആരെങ്കിലും ഒന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുക്കണം. ഇല്ലെങ്കിൽ ഈ ട്രംപ് ഇതുപോലെ ഓരോ നീക്കങ്ങൾ നടത്തുമ്പോൾ അത് ബാധിക്കുന്നത് അമേരിക്കയിലെ യൂണിവേഴ്സിറ്റികളാണ്. പ്രശസ്തമായ ഒട്ടനവധി യൂണിവേഴ്സിറ്റികൾ അമേരിക്കയിൽ ഇപ്പോഴുമുണ്ട്. ഇങ്ങനെ ട്രംപ് ഒരുമാതിരി മണ്ടൻ നിയമം കൊണ്ടുവരുമ്പോൾ അത് അവിടുത്തെ യൂണിവേഴ്സിറ്റികളെയാണ് നല്ലപോലെ ബാധിക്കുന്നത്. വിദ്യാർത്ഥികളൊന്നുമില്ലെങ്കിൽ അധ്യാപകർ അവിടെ ഉണ്ടായിട്ട് കാര്യമില്ല. സ്വാഭാവികമായി ഓരോ യൂണിവേഴ്സിറ്റികളും എത്ര തന്ത്രപ്രധാനമാണ്, എത്ര വർഷം പഴക്കമുള്ള യൂണിവേഴ്സിറ്റിയാണെന്ന് പറഞ്ഞിട്ടും കാര്യമുണ്ടാവില്ല. അത് അടച്ചുപൂട്ടുക തന്നെ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ട്രംപ് കുറച്ചും കൂടി പക്വതയോടുകൂടി കാര്യങ്ങൾ നീക്കിയില്ലെങ്കിൽ അമേരിക്ക വലിയൊരു കുഴിയിലേക്ക് തന്നെ വന്ന് വീഴുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്.